ജോഷുവ അധ്യായം 10 അമോര്യരെ കീഴടക്കുന്നു. 22 മുതൽ 43 വരെ വാക്യങ്ങൾ. അപ്പോൾ ജോഷുവ കൽപ്പിച്ചു, ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം, ഹെബ്രോൺ, യാർമൂത്ത്, ലാഖീഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ജോഷുവ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ അടിച്ചു കൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയി ഇട്ടു. അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി. അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും അവശേഷിച്ചില്ല. ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അനന്തരം ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദയിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു. ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു. ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി. ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിബ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാഖീഷിലെത്തി അതിനെ ആക്രമിച്ചു. ലാഖീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 2-ാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോരാം ലാഖീഷിൻ്റെ സഹായത്തിനെത്തി. എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷുവ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലാഖീഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ച് കീഴടക്കി. അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു. ലാഖീഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു. അത് പിടിച്ചടക്കി. അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. അവിടെ ഒന്നും അവശേഷിച്ചില്ല. ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ജോഷുവ രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നെഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി. ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു. കാദേശ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും ജോഷുവ പിടിച്ചടക്കി. ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു.